മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രത്തോട് നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ആകപ്പാടെ നമുക്ക് കിട്ടിയത് ചെറിയ പരിമിതമായ തുകയാണ്. പിന്നെ ഇത് എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാനുള്ള സാധ്യതയും ഞാനങ്ങനെ വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. 3 ആഴ്ചത്തെ സാവകാശമാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞതാ വീണ്ടും ഹർജി പരിഗണിക്കാൻ പോകുന്നു. ഈ സമയത്ത് അവിടുത്തെ ദുരന്ത ബാധിതർ ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ പറഞ്ഞത് അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചട്ടങ്ങൾ ഭേദഗതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൽ ഒരു പെട്ടെന്ന് തന്നെ വായ്പകൾ എഴുതി തള്ളുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഹൈക്കോടതി വിമർശനമായിട്ട് തന്നെ ചോദിച്ചത് അങ്ങനെ ഒരു ചട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭേദഗതി വരുത്തുന്നതിൽ ഇനി കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അതിന് കഴിയില്ല എന്നുള്ളത് എഴുതി ചേർക്കട്ടെ എന്നുള്ള നിലയ്ക്ക് വിമർശനമായി തന്നെ ഇതിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അപ്പോഴാണ് 3 ആഴ്ചത്തെ സാവകാശം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ വേണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേന്ദ്രത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം വേണം ഈ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ ഒരു തീരുമാനം, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിനും ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ. അങ്ങനെ കേന്ദ്രം സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് റവന്യൂ മന്ത്രി അടക്കം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേസ് പരിഗണിക്കുന്നത് ഈ ദുരന്തബാധിതരെ സംബന്ധിച്ച്, വയനാടിനെയൊക്കെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.